ബംഗ്ലാദേശിൽ വീണ്ടും ഇന്ത്യക്കെതിരെ അമേരിക്കക്കെതിരെയാണ് ഇപ്രാവശ്യം പ്രശ്നം. അവിടെ പ്രോ പാലസ്റ്റീൻ ഹമാസ് റാലി നടന്നു. അപ്പം ആ റാലിക്കാർ അമേരിക്കൻ ചെയിനായ KFC, ഡോമിനോ, പിസ്സ ഹട്ട് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് സ്റ്റോറിൽ, അതിനെ എറിയുന്നു, ബഹളം ഉണ്ടാക്കുന്നു, വാൻഡലിസം. സെയിം നിങ്ങൾ ഒരു പ്രാവശ്യം ഓർമ്മ ഉണ്ടായിരിക്കും, മലപ്പുറത്ത് അവർ ഒരു ബന്ദ് നടത്തിയിട്ട്, ഒരു ഹർത്താൽ നടത്തിയിട്ട് ഒരു ബേക്കറിയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ഇതും അതേപോലെ പോയിട്ട് ഇവിടുത്തെ സാധനങ്ങളെല്ലാം അകത്ത് കയറിയിട്ട് വാൻഡലിസം എല്ലാം കഴിഞ്ഞ് അതെടുത്തോട്ട് തിന്നുകൊണ്ട് പോവുക. അങ്ങനെ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. സുഡാപ്പികൾക്ക് പ്രിയപ്പെട്ടതാണ്. ഇപ്പം പ്രശ്നം ഉണ്ടാകാൻ കാരണം അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒന്ന്. രണ്ട്, ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ വെപ്പൺ കൊടുക്കുന്നു. അതിൻ്റെ പേരിലാണ് ഈ ബാറ്റ കമ്പനിക്കിട്ട് എറിഞ്ഞത്. ഇത് കാര്യം പറയട്ടെ, ഈ ബാറ്റ എന്ന് പറഞ്ഞ ഷൂ കമ്പനി, അതായത് കൽക്കട്ടയിൽ അവർ മാനുഫാക്ചർ ഉണ്ടാക്കുന്നത്, ഈ ബാറ്റ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യൻ കമ്പനി അല്ല. തെറ്റായ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുക. അതാണ് ആ പൊട്ടന്മാർക്കും ഉണ്ടായത്. ബാറ്റ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ചെക്കോസ്ലോവാക്യൻ കമ്പനിയാണ് ബാറ്റ. പക്ഷെ ഇന്ത്യയിൽ പണ്ട് മുതൽ ഇഷ്ടംപോലെ റീറ്റെയിലിംഗ് ഉണ്ട്. അതാണ് സംഭവം. ബാറ്റ ഇന്ത്യൻ കമ്പനിയാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്തേക്കുകയാണ്. പിന്നെ ഇന്ത്യയുടെ പല സ്റ്റോറുകളുണ്ട്. അപ്പോൾ അവിടെ ഏകദേശം 80-ൽ പരം വലിയ ഗാർമെൻറ്റ് മില്ലുകൾ ഇന്ത്യക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 200-300 മില്യനാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അധികം അമേരിക്കയിലോട്ടും അതേപോലെ ഇന്ത്യയിലോട്ടും അയക്കുകയാണ്. ഇപ്പം അവർ അമേരിക്കൻ ടാരിഫ് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ, കാരണം നേരത്തെ അമേരിക്ക അവർക്ക് പല സാങ്ഷൻ എടുത്ത് ഇവരുടെ മേളിൽ സാങ്ഷൻ ഉണ്ടായി, USAIDs മറ്റു പല സംഭവങ്ങൾ. ഇപ്പം ഈ കമ്പനികൾ തീരുമാനിച്ചു അവിടുന്ന് അവർക്ക് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ് ഈ കമ്പനി. കാരണം ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ലേബർ ചീപ്പാണ്. ഇപ്പം ഇന്ത്യയിലോട്ട് ഈ കമ്പനികൾ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ ലേബേഴ്സിനോടൊക്കെ പറഞ്ഞു, അവർ നേരത്തെ നോട്ടീസ് കൊടുത്തു, നിങ്ങൾക്ക് ഇത്ര 2 മാസമുള്ള ടൈം, അതിനുശേഷം ഈ കമ്പനികളെല്ലാം ഇന്ത്യയിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം അവിടെയുള്ള ചെറുപ്പക്കാരും തൊഴിലാളികളും എല്ലാം കൂടെ ചേർന്ന് നടത്തിയ പ്രോ ഇസ്രായേൽ, പ്രോ പാലസ്റ്റീൻ, പ്രോ ഹമാസ് റാലിയാണ് ഇപ്രാവശ്യം വയലൻ്റ് ആയത്. ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്രാവശ്യം അവർ അമേരിക്കയാണ് തൊട്ട് കളിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് US ഗവൺമെൻറ്റിനെതിരെ അമേരിക്ക വീണ്ടും നടപടിയെടുക്കാൻ പോവുകയാണ്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയുടെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ പറഞ്ഞു ആ സ്റ്റേറ്റ് ഭരിക്കുന്ന മമതാ ബാനർജിയാണ് ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ ഇഷ്യൂ ഇത്രമാത്രം കുളവാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട മോശപ്പെട്ട ഒരു ചീഫ് മിനിസ്റ്ററാണ് അവർ. കാരണം അവിടെയുള്ള ബംഗാളിലുള്ള 30% വരുന്ന മുസ്ലിം വോട്ടുകൾ ഗാർണർ ചെയ്യാൻ വേണ്ടി തെറ്റായ പ്രസ്താവനകൾ, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കുക. ഈ വഖഫിൻ്റെ ഇഷ്യൂ അതുവരെ ഈ ബംഗ്ലാദേശിൽ ഇഷ്യൂവാണ്. കാരണം അത് കത്തിച്ചു കൊടുക്കുന്ന മമതാ ബാനർജിയുടെ പാർട്ടിക്കാരവരാണ്. പിന്നെ മറ്റൊന്ന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ചില നീക്കങ്ങൾ നടത്താൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഗുവാഹട്ടി നമുക്ക് ബ്രഹ്മപുത്രയുടെ അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന ക്രൂഡും അത് ഹൈ സ്പീഡ് പെട്രോളും ഇപ്പം ഡീസലും ഒക്കെ നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് പൈപ്പ് ലൈൻ വഴി. കാരണം അവർ 4ഓളം ഡിസ്ട്രിക്റ്റിലാണ് ഇത് പോകുന്നവനും. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫുള്ളി ഫണ്ട് ചെയ്ത് ആ രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നീട് ഇവർ എക്സ്പോർട്ട് നടക്കുന്നതല്ലേ ഇന്ത്യയുടെ ടെറൈനിൽ കൂടെ ഇത് പോകുന്നേ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതും അങ്ങ് ബ്ലോക്ക് ചെയ്തു. കാരണം വല്ലാത്ത രീതിയിലുള്ള വൃത്തികെട്ട നെയ്ബേഴ്സ്, വെള്ളാപ്പള്ളി മറ്റേ മലപ്പുറത്തെ പറ്റി പറഞ്ഞ പോലെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാർ, അവരെ എപ്പോഴും സഹായിച്ചിട്ടുള്ളതാണ് ഇന്ത്യ. പെട്ടെന്ന് അവർ ചൈനയുടെ അടുത്ത് പോകുന്നു സഹായം ചോദിക്കാൻ. ചൈന പറഞ്ഞു അവർ സഹായിക്കാമെന്ന്. ചൈനയൊന്നും ഒരു രാജ്യത്തെ സഹായിച്ചിട്ടില്ല. ഈ പറയുന്ന പോലെ എവിടൊക്കെ രാജ്യത്തെ സഹായിക്കും ആ രാജ്യം അവരൊക്കെ പിടിച്ചെടുത്തു. നിങ്ങൾക്കറിയാം എന്താ പാകിസ്ഥാനിലുണ്ടായത്. ഇത് ബലൂച്ചിൻ്റെ അടി കൊണ്ട് ചൈന മുഴുവൻ അവിടുന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുള്ളൂ. അതേപോലെ തന്നെ ശ്രീലങ്കയിൽ പോയി, മോൾഡീവ്സിൽ പോയി. പല ആൾക്കാർക്ക് മോൾഡീവ്സിൽ ജോലി ചെയ്യുന്ന പല ഇന്ത്യക്കാർക്ക് അവിടെ സാലറി കിട്ടുന്നില്ല. ചൈന സഹായിച്ച് അതിനൊരു പരിധിയാക്കി.
കാരണം അവരുടെ കയ്യിൽ ഈ പറയുന്ന ഡോളർ എന്ന് പറയുന്ന കറൻസി ഇല്ലാതായി. കാരണം ഇത് കൺവേർട്ട് ചെയ്യണ്ട, ഇന്ത്യക്കാർക്ക് അവിടുത്തെ കറൻസി കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഭവം, ഇവർ പെട്ടെന്ന് ചൈനയുമായിട്ട് ബന്ധത്തിലോ, കാരണം അമേരിക്കയായിട്ട് ഉടക്കി, ഇന്ത്യയായിട്ട് ഉടക്കി. അപ്പോൾ ചൈന, ഇതിൻ്റെ പേരിലാണ് ഇവർ പറയുന്നൊരു ആൻറ്റി ചൈന, ആൻറ്റി ഇന്ത്യ, ആൻറ്റി ഇസ്രായേൽ, ഈ രീതിയിലാണ് അവിടെ ഒരു പ്രകോപനവും പ്രശ്നവും ഉണ്ടാക്കി ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നത്. ഏതായാലും നമ്മൾ ഈ ബംഗ്ലാദേശിനെ ട്രീറ്റ് ചെയ്യേണ്ട പാകിസ്ഥാനെ മറ്റേ ബലൂച്ച് പോലെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. കാരണം എല്ലാ ലക്ഷ്മൺ രേഖയും അവർ ക്രോസ് ചെയ്യുകയാണ്. അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലുള്ള ബിസിനസ്സുകാരും അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള ആ സ്റ്റേറ്റിൻ്റെ പരമപ്രധാനമായ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇന്ത്യൻ മിൽസുകൾ, അത് ഇന്ത്യക്കാരുടെ ഗോകുലം മിൽസ്, പല പല മിൽസുകളുണ്ട്, അത് മുഴുവൻ അറ്റാക്ക് ചെയ്ത് വാൻഡലൈസ് ചെയ്ത ആ പറയുന്ന മിൽസും ആ ഗാർമെൻറ്റ് ഫാക്ടറിയൊക്കെ അല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അമേരിക്കൻ ചെയിൻ, ഉറപ്പായിട്ടും അമേരിക്ക അവർക്ക് പണി കൊടുക്കും. അതിൻ്റെ കൂടി ഇന്ത്യ പണി കൊടുത്തിട്ട് അവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദം നിർത്തുവാൻ വേണ്ടിയാണ് ഇന്ത്യ ഇടപെടേണ്ടത്. പറ്റുവാണെങ്കിൽ 2-3 പീസാക്കി അങ്ങ് കൊടുത്തേക്കണം. കാരണം അമ്മരെ പിന്നെ കിടന്നങ്ങ് അടിച്ചോളൂ. കാരണം ഇത് ആവശ്യമാണ്. കാരണം ഓരോ സന്ദർഭത്തിൽ അവർക്ക് ഓരോ രീതിയിൽ ഓരോ പെരുമാറ്റവും രീതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമേരിക്ക അവർക്ക് ഇതിനെ സാങ്ഷൻ ഏർപ്പെടുത്തിയതിനും USAIDs കട്ടിന് ഇന്ത്യ എന്ത് പഴിച്ചു. അതേപോലെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഡിപ്ലോമാറ്റിക് ബന്ധമാണ് ഇസ്രായേലുമായിട്ട്. അതിനെതിരെ ഇന്ത്യക്കെതിരെ പ്രകടനം, ഇന്ത്യക്കെതിരെ പ്രശ്നം. ഇന്ത്യക്കാർ ഇന്നലെ 2 ദിവസം കൊണ്ട് അവർ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട് റോഡിൽ വെച്ച് കാണുന്നവരെ. അതായത് പൊട്ടിട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലാക്കുക, നമ്മളിത് ഡിപ്ലോമാറ്റിക്കലി മാത്രമൊന്നുമല്ല, ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. കാരണം ബംഗ്ലാദേശിൻ്റെ വളരെയധികം അതിൽ കിടക്കുന്ന യൂനിസ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നയാൾ, അയാൾ ആർക്ക് വേണ്ടിയ ജോലി ഇത് അയാൾക്ക് പോലും അറിയത്തില്ല. ഇനി ചിലപ്പോൾ അവിടെ ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ ഈ പഴയ പോലെ തീവ്രവാദമായ ജമാഅത്തെ ഇസ്ലാമിയാണ് അത് അധികാരത്തിൽ വരുന്നതെന്നൊക്കെ പറയുന്നു. അതായത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ താലിബാൻ പോലൊരു രാജ്യമാകുന്ന ആ രീതിയിലാണ് അത് പോകുന്നത്. അവൻ ആ രീതിയിൽ അങ്ങോട്ടങ്ങ് പോകട്ടെ. അതായത് പൂർണ്ണമായിട്ടും ബംഗാൾ സർക്കാരിനെ പറഞ്ഞു മനസ്സിലാക്കുക, അല്ലെങ്കിൽ താക്കീത് കൊടുക്കുക. അതായത് മമതാ ബാനർജി എല്ലാത്തിനും രാഷ്ട്രീയം കണ്ട് അതിനെ മുതലെടുക്കാൻ നടക്കുന്ന ഒരു വൃത്തികെട്ട ചീഫ് മിനിസ്റ്റർ കൂടിയാണ്. ഇതിനെതിരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ കർക്കശമായ നടപടിയാണ് ബംഗ്ലാദേശിൽ എടുക്കേണ്ടത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്.
അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.